ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ യാത്ര നേരെ ബാംഗ്ലൂർക്കാണ്. പോകുന്ന വഴി ഒരു ഫിലിം കൂടെ കാണുന്നുണ്ട്. പക്ഷേ മെയിൻ ഉദ്ദേശം ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻസ്റ്റഗ്രാം റീൽസിൽ കൂടെ തന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹിച്ച് പോകുന്ന ഒരു ഷോപ്പാണ്. ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് സംസാരിക്കാം. ആദ്യം നമുക്ക് പോയി ഫിലിം കണ്ടിട്ട് വരാം. അങ്ങനെ പടം കാണാൻ ഞാൻ വേണ്ടി ഫെലിസിറ്റി മോളിലെത്തി. ഇതിൻ്റെ അകത്ത് കയറി തിയേറ്റർ കണ്ടുപിടിക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത്. വേറൊന്നും കൊണ്ടുമല്ല, ഇത് എവിടെയാണെന്ന് എനിക്കൊരു പിടുത്തം കൂടെ, ഒരു ഡയറക്ഷൻ പോലും ഇല്ലായിരുന്നു. കുറച്ച് പാടുണ്ട്, അത് ഇച്ചിരി ഇൻകൺവീനിയൻ്റ് ആയിട്ട് തോന്നി. എന്തായാലും ഒരാളോട് ചോദിച്ചൊക്കെ ഞാനൊരു കണക്കിന് കറക്റ്റ് ടൈമിൽ അങ്ങ് എത്തി. മൊത്തത്തിൽ ശ്മശാന മൂകതയുണ്ട്, എല്ലാവരും അകത്താണ്. അതുകൊണ്ടാണ് ഞാൻ കാണാൻ പോയ പടം ഗുരുവായൂർ അമ്പലനടയിൽ കണ്ട് വളരെയധികം എൻജോയ് ചെയ്ത് ഞാൻ വീണ്ടും യാത്ര തിരിച്ചു നേരെ നമ്മുടെ സ്വന്തം പറയുന്നില്ല കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞെത്തി ബിസ്ട്രോ ക്ലേട്രോപ്പിയ വെയർ ഫുഡ് മീറ്റ്സ് ആർട്ട്. ഇതാണ് അവരുടെ ലൈൻ. ആക്ച്വലി ഇതിനെ എങ്ങനെയാണോ പ്രൊണൗൺസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല, എങ്കിലും അവരുടെ കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇഷ്ടമുള്ളൊരു സീറ്റ് തിരഞ്ഞെടുക്കുക. അവിടെ പോയിട്ട് അവിടെ ഒരു റൂമുണ്ട്, ഈ ക്ലേ പോട്ട്സ് എല്ലാം, ക്ലേ മീൻസ് യൂട്ടൻസിൽസ് എല്ലാം വെച്ചേക്കുന്നത്. അവിടെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള എടുക്കുക. അതിൻ്റെ പ്രൈസ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ട സാധനം സെലക്ട് ചെയ്യുക. വേണ്ട പെയിൻറ്റ്സ്, ഇതിൻ്റെ കളറുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതും സെലക്ട് ചെയ്യുക. ആ സാധനങ്ങളെല്ലാം നമ്മളെ സീറ്റിലേക്ക് അവർ കൊണ്ടുതരും. അത് വെച്ച് നമുക്ക് അവിടെ സമാധാനമായിട്ടിരുന്ന് പെയിൻറ്റ് ചെയ്യാം. ഫുഡ് ചൂസ് ചെയ്യുന്നത് ലാസ്റ്റിലേക്ക് മാറ്റാം. ഞാനിവിടെ ചൂസ് ചെയ്തത് സ്പൈസി ബാർബക്യൂ ചിക്കനും ഓറിയോ ക്ലേട്രോപ്പിയയും ആയിരുന്നു ഞാൻ സെലക്ട് ചെയ്ത 2 ഐറ്റംസ്. പക്ഷേ ഇത് ഞാൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ട് ഓർഡർ ചെയ്താൽ മതിയായിരുന്നു. പെയിൻറ്റിങ്ങൊക്കെ സമാധാനമായിട്ട് തീർത്തിട്ട് ചെയ്താൽ മതിയായിരുന്നു. എൻ്റെ പെയിൻറ്റിങ് സ്കില്ലുകൾ വളരെ മോശമാണ്, എങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞാൻ ഒപ്പിച്ച് വെച്ചു. നമ്മൾ ഈ കാണുന്ന കളറേ അല്ല വരുന്നത്. അത് പെയിൻറ്റ് ചെയ്യുന്നവർക്കറിയായിരിക്കും, ക്ലേ മോഡലൊക്കെ ചെയ്യുന്നവർക്കറിയായിരിക്കും. പക്ഷേ എൻ്റെ ആർട്ട് സ്കിൽസ് വളരെ മോശമാണെന്ന് വലിയ താമസമില്ലാതെ തിരിച്ചറിഞ്ഞ് എനിക്കറിയാവുന്ന പണിയിലേക്ക് പോയി, റൈറ്റിംഗ്. സോ ഞാൻ ബേസിക്കലി ചെയ്തത് പറയുന്നില്ല, കാണിച്ചു തരാം. ക്ലേ പോട്ട് ആൻഡ് പെയിൻറ്റിൻ്റെ ബില്ല് വേറെയാണ്. 5 കളർ ഫ്രീ ആണ്. അഡീഷണൽ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ 50 രൂപ പെർ കളർ നമ്മൾ പേ ചെയ്യണം. പേയ്മെൻറ്റ് നടത്തിയ ശേഷം സമാധാനമായിട്ട് നമുക്ക് അവിട്ടിരുന്ന് പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് നടത്തിയ ആ ബില്ല് നമ്മളിത് കളക്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ഉടനെ കൊണ്ടുവരിക. ഈ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോയും എടുത്ത് വെച്ചേക്കാം കേട്ടോ. ഈ ബില്ലിൻ്റെ നമ്പറിനെക്കാട്ടും ആ ഫോട്ടോ ആണ് കൂടുതൽ യൂസ്ഫുൾ ആകുന്നത്. എന്നെക്കൊണ്ട് അറിയാവുന്ന പണിയൊക്കെ ചെയ്ത് ടിഷ്യൂ പേപ്പർ വെച്ച് മേഘങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ച് നോക്കി. പക്ഷേ ഇതിൽ യാതൊന്നും എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നില്ല. എൻ്റെ സ്കില്ലിൻ്റെയും കൂടെ ആണത്, വേറൊന്നിനും പറഞ്ഞ കാര്യമില്ല. അങ്ങനെ എന്നെക്കൊണ്ട് കഴിയുന്ന വിധം ഞാൻ പെയിൻറ്റിങ്ങൊക്കെ നടത്തി പതുക്കെ ഒരു കോട്ടിലോട്ടൊക്കെ കയറാൻ വേണ്ടി ആലോചിച്ചിരുന്നപ്പോഴാണ് ഫുഡ് വന്നത്. ഇതാണ് ഞാൻ പറയാൻ കാര്യം. നമ്മുടെ പെയിൻറ്റിങ് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം മാത്രം സമാധാനമായിട്ട് ഫുഡ് ഓർഡർ ചെയ്താൽ മതി. അങ്ങനെ വരുന്നുണ്ടേ ഈ ഫുഡ് കുറേ നേരം ഇങ്ങനെ ഓപ്പണായിട്ട് വെച്ചുകൊണ്ടിരിക്കേണ്ട വരത്തില്ല. നാച്ചുറലി ഫുഡ് ഓപ്പണായിട്ട് കുറേ നേരം വെച്ചുകൊണ്ടിരുന്ന ഈച്ച വരും. അതുപോലത്തെ ശല്യങ്ങൾ ഒഴിവാക്കാൻ മാക്സിമം ഡിലേ ചെയ്ത് തന്നെ ഓർഡർ ചെയ്യുക. പെയിൻറ്റിങ്ങിൽ എൻ്റെ സ്കില്ല് വളരെ മോശമായതുകൊണ്ട് പെയിൻറ്റിങ്ങിനെ അവിടെ നിർത്തിയിട്ട് എന്നെക്കൊണ്ട് ഒപ്പിച്ചതിന് ശേഷം ഞാൻ എൻ്റേതായ രീതിയിലൊരു കോട്ട് എഴുതാം എന്ന് വിചാരിച്ച് ഒരു കോട്ട് എഴുതുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യമുണ്ട് കേട്ടോ, എനിക്ക് ഇവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം ബ്രഷിൻ്റെ ക്വാളിറ്റിയാണ്. ഇവിടെ എനിക്ക് കിട്ടിയ ബ്രഷുകളുടെ ബ്രിസിലുകൾ മുക്കാലും പോയതായിരുന്നു. അത് മാത്രം കുറച്ചുകൂടെ ബെറ്റർ ആവായിരുന്നു എന്ന് എനിക്ക് തോന്നി. കുറച്ചുകൂടെ നല്ല ബ്രിസിൽസും കൂടെ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ശരിക്കും പെയിൻറ്റ് ചെയ്യാൻ അറിയാവുന്നവർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. എടുത്ത് പറയണം കേട്ടോ, ആ ഷെയ്ക്കിൻ്റെ കേസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. വളരെ തിക്ക് ആൻഡ് ക്രീമി ആയിട്ടുള്ള, വളരെ എന്താ പറയുക, റിഫ്രഷിങ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയായിരുന്നത്. ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു. അത് മീൻസ് ആ ഫുഡിനെക്കാട്ടിലും എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് അവരുടെ ഡ്രിങ്ക്സാണ്. എൻ്റെ പെയിൻറ്റിങ് ആൻഡ് റൈറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പം ഔട്ട്പുട്ട് കണ്ടാൽ ഇപ്പം വളരെ ഡള്ളായിട്ടുള്ള ഒരു സംഭവമാണ് കാണുന്നത്. ഞാനും വിചാരിച്ചത് എന്താ ഇങ്ങനെ, എൻ്റെ പെയിൻറ്റിങ് കാരണം ആണ് എന്നാണ് എൻ്റെ ഒരു വിചാരം ഉണ്ടായിരുന്നത്. പക്ഷേ പേടിക്കേണ്ട, ഈ സാധനം പോളിഷ് ചെയ്ത് സാധനം കൈ കിട്ടുന്നുണ്ടെങ്കിൽ ഇത് കളറൊക്കെ തെളിഞ്ഞു വരും. അതുകൊണ്ട് ഇത് കണ്ട് ഡിസപ്പോയിൻറ്റഡ് ആവരുത്. അറിയാവുന്നവർക്കറിയാം, എങ്കിലും അറിയാത്തവർക്ക് ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരു ഡിസപ്പോയിൻമെൻറ്റ്. എനിക്ക് ഡിസപ്പോയിൻമെൻ്റ് ആണ് ഉണ്ടായത്. കാരണം എനിക്ക് ഇതിനെ പറ്റി യാതൊരു വിവരമില്ലായിരുന്നു. ഇത് ചെയ്ത് കഴിഞ്ഞ് ഒരു എക്സ്പീരിയൻസ് കഴിയുമ്പോൾ നമുക്ക് ഇനി ഒരു ചാൻസ് കൂടെ കിട്ടിയാൽ നമുക്ക് നന്നായിട്ട് ചെയ്യാം എന്ന് തോന്നും.
അങ്ങനെ കുറേ നേരത്തെ എൻ്റെ ഭഗീരഥ പ്രയത്നത്തിന് ശേഷം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ആർട്സും എന്നെക്കൊണ്ട് നോക്കുന്ന പോലെ ഒരു കോട്ട് എഴുതി ആ ആർട്ട് പീസിനെ ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് എൻ്റെ ഫുഡിങ്ങിലേക്ക് ഞാൻ കടന്നു. നല്ല തിക്ക് ആൻഡ് ക്രീമി ആയിട്ടുള്ളൊരു ഷേക്കും വളരെ എന്താ പറയുക ടേസ്റ്റി ആയിട്ടുള്ളൊരു ബർഗറും ഒക്കെ കഴിച്ച് കുറച്ച് ഹെവിയാണ് കേട്ടോ, അത്യാവശ്യം ഹെവിയാണത്. തന്നെ നമുക്ക് ഒരെണ്ണം കഴിച്ചാൽ തന്നെ അത്യാവശ്യം ഫുള്ളാകും. അതിൻ്റെ ടേസ്റ്റ് ഇസ് വർത്ത് വാട്ട് യു സ്പെൻഡ് ഓൺ ഇറ്റ്. നഷ്ടം ഒന്നും തോന്നത്തില്ല നമുക്ക്. ഐ ഹാവ് ടു സേ, ഒരാളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആംബിയൻസ് ഉള്ളൊരു ഫ്രണ്ട്സ് ഗെറ്റ് ടുഗെദറോ അങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ് മെയിൻലി ഈ ഒരു കഫേക്ക് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എൻ്റെ ക്ലേ പീസിനെ ഒക്കെ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്ത് ആ പീസിൻ്റെ എവിടെയെങ്കിലും നമ്മൾ നമ്മുടെ പേരും കോൺടാക്ട് നമ്പറും നോട്ട് ചെയ്തിരിക്കണം. എന്നിട്ട് നമ്മൾ തിരിച്ചു പോരുക. ഒരു 10 തൊട്ട് 15 ദിവസം കഴിഞ്ഞാൽ അവർ കോൺടാക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷേ ആ കോൺടാക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. എനിക്ക് ഫസ്റ്റ് മെസ്സേജ് വന്നു, പക്ഷേ സെക്കൻഡ് ആക്ടിവിറ്റി സാധനം കംപ്ലീറ്റ് ആണ് എന്ന് പറഞ്ഞുള്ള മെസ്സേജ് വന്നില്ല. അപ്പോൾ ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ എന്തായാലും പോയി നോക്കാം എന്നുള്ള നിലയിൽ ഞാൻ വീണ്ടും പോയ വഴി വീണ്ടും വേറൊരു പടത്തിന് കയറി കൽക്കി കയറി കണ്ടിട്ട് ആണ് ഞാൻ വീണ്ടും ഈ പറഞ്ഞതുപോലെ നമ്മുടെ കഫേയിലേക്ക് പോയത്. കളക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ റെസീറ്റ് എടുക്കാൻ മറക്കണ്ട, അത് കാണിക്കണം. ഒപ്പം തന്നെ അവിടെ ചെന്നിട്ട് നമ്മുടെ പീസിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോയും കൂടെ എടുത്ത് വെച്ചേക്കുക. അപ്പോൾ ആ ഫോട്ടോ കാണിക്കേണ്ട ആവശ്യം വരും. അപ്പം ഫോട്ടോ കാണിക്കുക, അപ്പോൾ നമ്മുടെ പീസ് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീരെ തെളിയാതിരുന്ന സാധനങ്ങൾ വളരെ വൃത്തിയായിട്ട് തെളിഞ്ഞെങ്കിൽ വന്നു. ഇത്രയും തെളിഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ എന്നെനിക്ക് തിരിച്ച് കിട്ടിയപ്പോൾ തോന്നുന്നു. ഇനിയും പോയാൽ ഞാൻ ഒന്നുകൂടെ വൃത്തിയായിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവരിത് സാധനം പാക്ക് ചെയ്ത് ചെറിയൊരു കവറിൻ്റെ അതൊക്കെ ഇട്ട് നമുക്ക് തരും. ഇനിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതുകൊണ്ട് എന്ത് ചെയ്യാം? എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് യൂസ് കണ്ടുപിടിക്കണം. അങ്ങനെ സാധനവും കയ്യിലെടുത്ത് ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പം സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.